الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ചും അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളേവരെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ തുടർന്നു പോകാനും കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനും നാളെ സ്വാലിഹീങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അന്തിമമായി അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായ അടിയാറുകൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 7-8 ഖുതുബകളിലായി ഇസ്ലാമിക ജീവിതത്തിന്റെ സന്തുലിതത്വത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. തീവ്രതക്കും ജീർണതക്കും ഇടയിലുള്ള ഒരു മധ്യമ സമുദായം എന്ന നിലക്ക് നമ്മുടെ ഇസ്ലാമിക ജീവിതവും അസന്തുലിതമായി പോകാതെ ആ ബാലൻസിങ്ങിൽ തന്നെ നിലനിന്നു പോകാൻ ശ്രദ്ധിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കേണ്ടായത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണവും നിലപാടുകളും നമ്മുടെ ജീവിത ഇടപാടുകളിൽ സന്തുലിതമായി കൊണ്ടു നടക്കാൻ, അതിനെ പ്രതിനിധീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ദീനിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് ഇസ്ലാമിൻ്റെ വിശാലമായ
കാഴ്ചപ്പാടുകളും അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് മനസ്സിലാവുക. ചെറിയ പ്രായത്തിൽ മദ്രസ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ദീനിനെ കുറിച്ച പ്രാഥമികമായ അറിവുകളിൽ പരിമിതപ്പെട്ടു പോകരുത് നമ്മുടെ ദീനീ പഠനം എന്ന് ആമുഖമായി സഹോദരങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സമുദായത്തിന് സംഭവിച്ച, അല്ലെങ്കിൽ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തിന് സംഭവിക്കുന്ന അബദ്ധം അതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 12 or 13 വയസ്സിൽ അവസാനിക്കുന്നതാണ് സമുദായത്തിൽ അധികം ആളുകളുടെയും ദീനീ പഠനം. അത് തന്നെ പലർക്കും കേവലം ചൊല്ലിപ്പടിക്കലിൽ മാത്രം പരിമിതപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതും പ്രയോഗവൽക്കരിക്കേണ്ടതുമായ അറിവോ പഠനമോ ബോധ്യമോ ആയി പലപ്പോഴും സമുദായത്തിന്റെ മദ്രസ വിദ്യാഭ്യാസം പലർക്കും മാറുന്നില്ല എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചകൾ അല്ലെങ്കിൽ തുടർച്ച സംവിധാനങ്ങൾ തുലവും കുറവാണ് സമുദായത്തിൽ. അങ്ങനെ ഉള്ളത് തന്നെ പ്രയോജനപ്പെടുത്താതെ പോകുന്നവരും ധാരാളമാണ്. അങ്ങനെ സംവിധാനങ്ങൾ തന്നെ, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തുടർ സംവിധാനങ്ങൾ തന്നെ കുറവാവുകയും ഉള്ളത് തന്നെ പ്രയോജനപ്പെടുത്താതെ പോവുകയും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉപയോഗപ്പെടുത്താതെ പലപ്പോഴും മതപുരോഹിതന്മാർ പറയുന്നത് അതിന്റെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാതെ അനുകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവരാണ് സമുദായത്തിൽ മഹാഭൂരിപക്ഷവും എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് സമുദായത്തിന്റെ അജ്ഞതയെ, അറിവില്ലായ്മയെ പൗരോഹിത്യം ചൂഷണം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഹബീബായ നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിന് ബാക്കി വെച്ചു പോയ കരുത്തുറ്റ 2 അവലംബങ്ങൾ, അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ആ സന്ദർഭത്തിൽ അറഫയിൽ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ തന്റെ 1.25 ലക്ഷത്തോളം ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറയിൽപ്പെട്ട അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ, താൻ ഇവിടെ നിന്ന് പോയാലും ഈ ഉമ്മത്തിന് ബാക്കിയാകുന്ന 2 കരുത്തുറ്റ അവലംബങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ അക്ഷയഖനികളെയാണ് റസൂലുള്ളാഹി നമുക്ക് ബാക്കി വെച്ചത്. അവ 2ൽ നിന്നും ആർജിക്കുന്ന അറിവാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അതിൽ പഴുതുള്ളിടത്തോളം മാത്രമേ മറ്റ് അറിവുകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനാണ് അതിൽ ഒന്നാമത്തേത്. അബദ്ധമുക്തമായ അസ്തിത്വത്തിൽ നിന്നുള്ളതാണ് അറിവിന്റെ ആ അക്ഷയഖനി എന്ന് പറയുന്നത്. അബദ്ധമുക്തമായ അസ്തിത്വത്തിൽ നിന്നുള്ളതാണത്. അഥവാ വിശുദ്ധ ഖുർആനാകുന്ന അറിവ് തെറ്റുപറ്റാത്ത പ്രപഞ്ചനാഥനിൽ നിന്നുള്ള അറിവാണ്. ഒരിക്കലും തെറ്റുപറ്റാത്ത പ്രപഞ്ചനാഥനിൽ നിന്നുള്ള അറിവാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും, ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും ഒരു യൂസർ മാനുവൽ ഉണ്ടാകും. അതിനൊക്കെ മാനുഫാക്ചേഴ്സ് പുറത്തിറക്കുന്ന ഒരു യൂസർ മാനുവൽ, ആ പ്രൊഡക്റ്റിന്റെ പാക്കറ്റിനകത്ത് തന്നെ മിക്കവാറും അത് കാണാൻ സാധിക്കും. നമ്മൾ വാങ്ങുന്ന ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിച്ചാലാണ് അതിന്റെ ശരിയായ പ്രയോജനം ലഭിക്കുകയെന്നും ഉപയോഗക്രമത്തിൽ വീഴ്ച സംഭവിച്ചാൽ ആ പ്രൊഡക്റ്റിന് സംഭവിക്കുന്ന തകരാറുകൾ എന്താണെന്നും മനസ്സിലാക്കി ശരിയായ വിധത്തിൽ ആ ഉപകരണം ഉപയോഗിക്കാൻ യൂസർ മാനുവലുകൾ നമുക്ക് സഹായകമാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പടച്ചവന്റെ പ്രൊഡക്റ്റാണ്. നമ്മുടെ മാനുഫാക്ചർ എന്ന് പറയുന്നത് റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് നൽകിയിട്ടുള്ള യൂസർ മാനുവൽ, അത് പരിശുദ്ധ ഖുർആനായി നമ്മൾ കണക്കാക്കണം. ഈ പ്രൊഡക്റ്റ്, മനുഷ്യനാകുന്ന ഈ പ്രൊഡക്റ്റ് എങ്ങനെ ജീവിച്ചാലാണ്, ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി യൂസർ മാനുവലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ യൂസർ മാനുവലാകുന്ന വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി പടച്ച റബ്ബ് അത് നമുക്ക് നൽകുക മാത്രമല്ല, അത് പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി എന്നതും അത് മനസ്സിലാക്കാനുള്ള വഴി അല്ലാഹു കാണിച്ചു തന്നു എന്നതും പടച്ചവൻ നമ്മോട് കാണിച്ച വലിയ ഔദാര്യമാണ്. ആ ഔദാര്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണ്യവാൻ എന്ന് നാമകരണം ചെയ്ത ഒരു അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളോട് പറയുന്നത്. സൂറത്തു റഹ്മാൻ നമ്മളൊക്കെ വളരെ സുപരിചിതമായ അധ്യായമാണ്. അർ റഹ്മാൻ,
അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അള്ളാഹുവിന് തന്റെ അസ്മാഉൽ ഹുസ്നയിൽ, അള്ളാഹുവിന് തന്റെ പേരുകളിൽ ഏറ്റവും പ്രിയങ്കരമായ, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റഹ്മാൻ, പരമകാരുണ്യവാൻ എന്ന ആ തന്റെ നാമം എടുത്തു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായത്തിന്റെ പേര് തന്നെ അർ-റഹ്മാൻ, പരമകാരുണികൻ. അങ്ങനെ ആ അധ്യായത്തിന്റെ തുടക്കം അർ-റഹ്മാൻ എന്നതിന്റെ ന്യായമായി കൊണ്ട് അള്ളാഹു പറയുന്നത്, പരമകാരുണ്യവാനായി പടച്ചവനെ പരിചയപ്പെടുത്തിയതിന്റെ ന്യായമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് തന്നെ പറയുന്നത് അല്ലമൽ ഖുർആൻ. അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചവനാണ് അവൻ. ഖുർആൻ പഠിപ്പിക്കുക വഴി മനുഷ്യന് ചെയ്തു കൊടുത്ത അതിരറ്റതും അളവറ്റതുമായ കാരുണ്യത്തിന്റെ ഉടമയായവൻ. അടിയാറുകളെ വഴിയാറിയാത്തവരായി വിടുകയല്ല റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. വഴി കാണിച്ചു തരാനുള്ള ബാധ്യത കൂടി ഏറ്റെടുത്ത റബ്ബാണ് നാഥൻ. ഇന്ന അലൈനാ ലൽ ഹുദാ, തീർച്ചയായും ഈ സന്മാർഗത്തിന്റെ സരണി, ഹുദയുടെ സബീൽ, അത് മനുഷ്യർക്ക് എത്തിക്കാനുള്ള ബാധ്യത കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്. മനുഷ്യനെങ്ങനെ പടച്ചു വിട്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് ആയുസ് തുലച്ചോളൂ എന്ന നിലപാടല്ലല്ലോ നാഥൻ കൈക്കൊണ്ടത്. അങ്ങനെ തോന്നിയതുപോലെ ഉപയോഗിച്ച് മനുഷ്യനാകുന്ന ഈ വിശിഷ്ടമായ ഈ പ്രോഡക്റ്റ് നാശമടയുക എന്നതല്ലല്ലോ അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ച റബ്ബ് എത്രമാത്രം കാരുണ്യവാനാണ് എന്നത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഖുർആൻ പഠിപ്പിച്ച നാഥൻ എത്രയോ പരമകാരുണ്യവാനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിപ്പിച്ചവനാണ്, അവനെ ഭാഷ പഠിപ്പിച്ചവനാണ്, ആശയവിനിമയത്തിനുള്ള വഴി അവന് കാണിച്ചു കൊടുത്തവനാണ്. അഥവാ ഞാൻ സൂചിപ്പിച്ചു വരുന്ന മനുഷ്യന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, മനുഷ്യന്റെ നിയോഗ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനത്തിൽ മനുഷ്യൻ ചലിക്കുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കുന്നത്, മനുഷ്യന്റെ നിയോഗ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവന് കഴിയുന്നത് പടച്ചവൻ നൽകിയ മാർഗദർശനത്തിൽ മനുഷ്യൻ ചലിക്കുമ്പോൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതല്ലാതെ വരുന്നിടത്ത് മനുഷ്യന് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും കേവലം മൃഗങ്ങളെ പോലെ തിന്ന് കുടിച്ച് മതിച്ച് രമിച്ച് അങ്ങനെ മരിച്ചു തീരുക മാത്രമായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വെറും വേസ്റ്റ് പ്രോഡക്റ്റായി, ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി, മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും അനിവാര്യമായ ഒരു വേസ്റ്റ് പ്രോഡക്റ്റായി മനുഷ്യൻ മാറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും അനിവാര്യമായ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രസരിപ്പിക്കുന്ന വെളിച്ചം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നിയോഗ ദൗത്യം പൂർത്തീകരിക്കാൻ നമുക്കത് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, നിർജീവമായി കിടക്കുന്ന ഭൂമിക്ക് ആകാശത്തു നിന്നും വർഷിക്കുന്ന മഴ എത്രമാത്രം പ്രധാനമാണോ അതിനേക്കാൾ 1000 മടങ്ങ് ആവശ്യമാണ് മനുഷ്യന് ഈ ദൈവിക വചനങ്ങൾ അല്ലെങ്കിൽ പടച്ചവന്റെ മാർഗദർശനം എന്ന് പറയുന്നത്. വരണ്ടുണങ്ങി വിണ്ട് കീറി ഊഷരമായി കിടക്കുന്ന ഭൂമിയിലേക്ക് ആകാശത്തും ഒരു മഴ പെയ്തിറങ്ങുമ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്ത് ഹജ്ജിൽ, വതറൽ അർദ ഹാമിദത്തൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഹതസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീദ്. ഭൂമി ഇങ്ങനെ വരണ്ട് കിടക്കുന്നതായി നീ കാണുന്നു. ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഹതസ്സത്, ആ വരണ്ട് കിടക്കുന്ന വരണ്ടുണങ്ങി വിണ്ട് കീറി കിടക്കുന്ന അങ്ങേയറ്റം ഊഷരമായി കിടക്കുന്ന ആ ഭൂമിയിലേക്ക് നാം ആകാശത്തും ഒരു മഴ വർഷിച്ചാൽ അത് തുടികൊള്ളുന്നു, വറബത് അത് പുഷ്കലമാകുന്നു, വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ് അത് സകല ഇനം ചെടികളെയും അത് മുളപ്പിച്ച് തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വളരെ മനോഹരമായ പാരത്രിക ജീവിതത്തിന്റെ സംഭവ്യതക്കുള്ള, മനുഷ്യന്റെ പുനരുത്ഥാനത്തിനുള്ള സംഭവ്യതക്കുള്ള തെളിവായി അല്ലാഹു ഉദാഹരിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഏത് വരണ്ട മനുഷ്യ ഹൃദയത്തെയും നനച്ച് നിർമ്മലമാക്കാൻ പ്രാപ്തമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. ഏത് കഠിന ഹൃദയത്തിന്റെയും മനസ്സിനെ ലോലമാക്കാൻ മാത്രം ശക്തമാണ് അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗാംഭീര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം.
വലിയ ഭീമാകാരമായ പർവ്വതങ്ങൾക്ക് മുകളിലാണ് അത് അവതീർണമായിരുന്നതെങ്കിൽ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടത് അത് വിറച്ച് പൊട്ടിപ്പിളർന്നു പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്റിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഖൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ഈ ഖുർആനിനെ നാം എങ്ങാനും ഒരു മഹാപർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു താങ്കൾക്ക് കാണാമായിരുന്നു ഖാശിഅൻ മുതസദ്ദിഖൻ മിൻ ഖശിയത്തില്ലാഹ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അത് വിറച്ചു തകർന്നു പോകുന്നത് പൊട്ടിപ്പിളരുന്നത് താങ്കൾക്ക് കാണാമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ഇത്രയും മനോഹരമായ ഉപമയിലൂടെ ഇത്രയും ലളിതമായ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ലഅല്ലഹും യതഫക്കറൂൻ മനുഷ്യൻ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത്രയും ആശയ ഗാംഭീര്യമുള്ള ഖുർആൻ, അത്രയും ആശയങ്ങളുടെ ആഴവും പരപ്പുമുള്ള ഖുർആൻ. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാൽ പോലും ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് മക്കയിലെ ഏത് സാധാരണക്കാരൻ പോലും വിശ്വസിച്ചിരുന്ന പാറ പോലെ കടുത്ത പരുപരുത്ത ഹൃദയത്തിനുടമയായിരുന്ന ഉമർ, ഖത്താബിന്റെ മകൻ, റസൂലിന്റെ തലയെടുത്തുകൊണ്ട് ഇന്നത്തോടുകൂടി അവന്റെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഉമർ സഹോദരിയിൽ നിന്ന് ലഭിച്ച ഖുർആൻ, ശുദ്ധ ഖുർആൻ സൂറത്തു താഹയിലെ ആദ്യത്തെ 10-14 ആയത്തുകൾ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് തുടങ്ങുന്ന ഏതാനും ആയത്തുകൾ ഉമറിന്റെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്ന് പ്രിയമുള്ളവരെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമത്ത് നാൾ വരെയും അനേക കോടി മനുഷ്യർക്ക് വഴി കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ കടുത്ത എതിരാളികളെ പോലും ആകർഷിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന്റെ ആകർഷണ ജൈത്രയാത്ര തുടരുമ്പോ പ്രിയമുള്ളവരെ ഖുർആൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? പരിശുദ്ധ ഖുർആനാകുന്ന ഈ അറിവിന്റെ അക്ഷയഖനിയെ വിട്ടുകൊണ്ട് മതപൗരോഹിത്യത്തിന്റെ പിറകെ അന്തം കെട്ട അനുകരണ ഭ്രമവുമായി എത്ര കാലമാണ് ഈ സമുദായം നടക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അളവറ്റതും അതിരറ്റതുമായ അനുഗ്രഹ സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെച്ചു നീട്ടുമ്പോ അതിനോട് എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് നോ പറയാൻ കഴിയുക? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ശക്തമായ ഉപദേശം മൗഇദത്ത് നിങ്ങൾക്ക് ഇതാ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ നിങ്ങളുടെ നെഞ്ചകങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യതകൾക്കും, സകല മനോവ്യതകൾക്കും, സകലമായ അസ്വസ്ഥതകൾക്കും, നിങ്ങളുടെ അകത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ രോഗങ്ങൾക്കും, നെഞ്ചകങ്ങളിലുള്ള സകലവിധ രോഗങ്ങളുടെയും ശമനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് അത് വഴികാട്ടിയാണ്, അങ്ങേയറ്റം അനുഗ്രഹീതമാണ്. ഖുൽ പ്രവാചകരെ പറയുക ഫബിദാലിക ഫല്യഫ്റഹു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഇത് അല്ലാഹു നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് പടച്ചവന്റെ വലിയ ഔദാര്യവും അവന്റെ വലിയ അനുഗ്രഹവുമാണ്. ഫബിദാലിക ഫല്യഫ്റഹു അതിന്റെ പേരിൽ ഈ ജനം സന്തോഷിക്കേണ്ടതിന് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ നിങ്ങൾ ഈ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഭവങ്ങളെക്കാളും ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ അവകാശപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, ജീവിതയാത്രയിൽ ഈ അനുഗ്രഹ സൗഭാഗ്യം, നമ്മുടെ ദുനിയാവിലെ ജീവിതയാത്രയിൽ അനുഗ്രഹ സൗഭാഗ്യം പ്രയോജനപ്പെടുത്താതെ, ഇതിന്റെ സൽഫലങ്ങൾ നമ്മൾ ആസ്വദിക്കാതെ, ഖുർആൻ ലഭിച്ചു എന്നതിൽ ഒരു ആഹ്ലാദവും നമ്മുടെ മനസ്സിൽ അനുഭവിക്കാതെ നമ്മുടെ ആയുസ് അനുഭവിക്കുന്നുവെങ്കിൽ അത് എത്രമാത്രം വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ ഹബീബായ റസൂലിന്റെ ഈ ഉമ്മത്തിനോടുള്ള വസിയത്താണത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്ന അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയും ഇവ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഒരു പുരോഹിതന്റെയും പിന്നാലെ അന്തം കെട്ട് പിറകെ പോകേണ്ട ഗതികേട് ഉമ്മത്തിന് സംഭവിക്കുകയില്ല. ഇത് രണ്ടും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒരു പുരോഹിതനും നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല. ആർക്കും എങ്ങോട്ടും തിരിക്കാനും തെളിക്കാനും തെറ്റിക്കാനും കഴിയുന്ന ഒരു ഉമ്മത്തായി മുഹമ്മദ് മാറുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ദുനിയാവ് മെച്ചപ്പെടാൻ, നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ആദ്യ വിശദീകരണമായ പ്രവാചക ചര്യ നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രവുമല്ല, ഈ ഉമ്മത്തിൽ ഉത്തമരാരെന്ന്
ഈ ഉമ്മത്തിന്റെ നേതാവ് തന്നെ നമ്മൾ പറഞ്ഞു തന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉമ്മത്തിൽ ഉത്തമർ എന്ന് പറയുന്നത് വലിയ വീടും വില കൂടിയ വാഹനങ്ങളും ഉള്ളവരല്ല പ്രിയമുള്ളവരെ. ഈ ഉമ്മത്ത് മുഹമ്മദിൽ ഉത്തമരായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് കോടികളുടെ ഇടപാടുകൾ നടത്തുന്നവരെ കുറിച്ചല്ല. ഉമ്മത്തിലെ ഉത്തമർ അധികാരത്തിന്റെ ഉയർന്ന പദവിയിൽ വെട്ടിപ്പിടിച്ചുകൊണ്ട്, അതിൽ അള്ളിപ്പിടിച്ചുകൊണ്ട്, അത് വിട്ടുകൊടുക്കാതെ അതിൽ ആത്മനിർവൃത്തി അടഞ്ഞ് കഴിഞ്ഞുകൂടുന്നവരല്ല ഉമ്മത്തിലെ ഉത്തമർ. ഈ ഉമ്മത്തിൽ ശ്രേഷ്ഠത ലഭിക്കാനുള്ള അർഹത ഒരാൾ കൈവരിക്കുന്നത് പടച്ചവന്റെ ഗന്ധം പഠിച്ചും അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, ആ ഉമ്മത്തിലെ ഉത്തമരുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ മക്കൾ ആ ഉമ്മത്തിലെ ഉത്തമരിൽ ഉൾപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉമ്മത്തിൽ ഉത്തമരാവാൻ മാത്രമല്ലല്ലോ, ആഖിറത്തിൽ അതിന്റെ ഫലം എത്രമാത്രം ഉയർന്നതാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഉമ്മത്തിലെ ഉത്തമരാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം ആഖിറത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുക? മൻ ഖറഅൽ ഖുർആൻ വതഅല്ലമഹു വഅമില ബിഹി. ഒരാൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും പരിശ്രമിച്ചവർക്ക് അല്ലാഹു ഒരു കിരീടം നാളെ പരലോകത്ത്, പ്രകാശത്തിന്റെ ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല അണിയിക്കുമെന്നാണ്. ലൗഹു മിസ്ലു ലൗഹി ശംസ്. ആ കിരീടത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ പോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കുമെന്ന്. കഴിഞ്ഞിട്ടില്ല. അവന്റെ മാതാപിതാക്കൾക്ക് ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്തവരുടെ മാതാപിതാക്കൾ 2 ജോഡി വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കപ്പെടുമെന്നാണ്. ലാ യുഖവ്വമു ബിഹിമ ദുനിയ. ഈ ദുനിയാവ് മുഴുവനും ചേർന്നാലും ആ വസ്ത്രങ്ങൾക്ക് തുല്യമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മാതാപിതാക്കൾ ഈ ആകർഷകമായ ദുനിയാവും അതിനുള്ളിലുള്ളതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായ വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുമ്പോ ആ മാതാപിതാക്കൾ ആശ്ചര്യത്തോടും അമ്പരപ്പോടും കൂടി പടച്ചവനോട് ചോദിക്കും പോലും ഫയഖൂലാൻ, എന്തിന്റെ പേര് ബിമാ കുസീന ഹാദ, എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഔദാര്യം നൽകിയത് നാഥ, എന്തിന്റെ പേരിലാണ് ഇത്രയും വിശിഷ്ടമായ വസ്ത്രങ്ങൾ ഞങ്ങൾ ധരിപ്പിക്കപ്പെട്ടത് റബ്ബേ എന്ന് മാതാപിതാക്കൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുമ്പോ ഫയുഖാൽ, അവരോട് പറയപ്പെടും ബി അഹദി വലദിക്കുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കാരണമായി നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചത് കാരണമായിട്ടാണ് എന്ന് നാളെ പറയപ്പെടുമെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് അന്ത്യനാളിൽ ലഭിക്കുന്ന പദവിയെയും പ്രതിഫലത്തെയും കുറിച്ചാണ് പ്രിയപ്പെട്ട റസൂൽ, ഹബീബായ റസൂൽ, ഈ ഉമ്മത്തിനോട് ഏറെ ഗുണകാംക്ഷയുള്ള, ഈ ഉമ്മത്തിന്റെ സന്മാർഗത്തിലേറെ താല്പര്യമുള്ള, ഈ ഉമ്മത്തിന്റെ വിജയത്തിലേറെ ആഗ്രഹിച്ച ഹബീബായ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഞങ്ങൾ ആലോചിക്കുക, പടച്ചവന്റെ അടിയാറുകൾ അല്ലെ, ആ അടിയാറുകളിൽ ചിലരെ കുറിച്ച് അള്ളാഹുവിന്റെ അഹ്ലുകാർ എന്ന് വിശേഷിപ്പിച്ചപ്പോ, പടച്ചവന്റെ കുടുംബക്കാരിൽപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ചവ സഹാബികൾ ചോദിച്ചില്ലേ? അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ കുടുംബക്കാരിൽപ്പെട്ടവരാണ്, പടച്ചവന്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ്. അപ്പൊ ആകാംക്ഷയോടുകൂടി ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിക്കുന്നത് മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അള്ളാഹുവിന്റെ കുടുംബക്കാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുല്ലാഹ് ഹും അഹ്ലുൽ ജന്ന വഹാസതുഹു. അള്ളാഹുവിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത് ഖുർആനിന്റെ അഹ്ലുകാരാണ്. ആ ഖുർആനിന്റെ അഹ്ലുകാരാണ്, അവർ തന്നെയാണ് അള്ളാഹുവിന്റെ കുടുംബക്കാർ. വഹാസതുഹു അഹ്ലുൽ ജന്ന, അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ, പടച്ചവന്റെ വേണ്ടപ്പെട്ടവരും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരും അവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങള് ആലോചിക്കുന്നുണ്ടാവും, അതിന് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തെക്കുറിച്ച്, അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ തോന്നാറുള്ള സ്വാഭാവികമായ ഒരു സംശയമാണ്, നമ്മൾ സാധാരണക്കാരല്ലേ? നമ്മളെങ്ങനെയാണ് ഖുർആൻ പഠിക്കുക? നമുക്ക് അറബി അറിയില്ലല്ലോ, അറബി കോളേജ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഇസ്ലാമിക കോളേജുകളിലും കുല്ലിയത്തു ദീനിയയിലും പഠിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഖുർആൻ പഠിക്കുക? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുക. പടച്ച റബ്ബിൽ നിന്ന് ഈ ഗ്രന്ഥം ആദ്യമായി ഏറ്റുവാങ്ങിയ ഹബീബായ റസൂൽ അഷ്റഫുൽ ഖൽഖ് നിരക്ഷരനായിരുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഉമ്മി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ ആവർത്തിച്ച് പ്രയോഗിച്ച പദമാണ്. എഴുത്തും വായനയും അറിയാത്ത,
അക്ഷരാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഹിറാ ഗുഹയുടെ ഭയജന്യമായ നിശബ്ദതയിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇഖ്റഅ, നീ വായിക്കുക, നീ വായിക്കുക. ഒരൊറ്റ മറുപടി റസൂലിന് പറയാനുണ്ടായിരുന്നുള്ളൂ. സത്യസന്ധമായ മറുപടിയായിരുന്നു. നമുക്കൊക്കെ അറബി അറിയില്ല, ഭാഷ അറിയില്ല. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാൻ തന്നെ അറിയില്ല. ഞാൻ വായിക്കാൻ അറിയാത്തവനാണ്, ഞാൻ എഴുത്തറിയാത്തവനാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ്. ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പിന്തിരിഞ്ഞോ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. വായിക്കാൻ അറിയില്ല എന്ന് ആ പറയുന്ന നിരക്ഷരനായ വായിക്കാൻ അറിയാത്ത പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിച്ചു പറയുന്നത് വീണ്ടും വായിക്കാനല്ലേ? ഇഖ്റഅ വറബ്ബുക്കൽ അക്രം, ഇഖ്റഅ വറബ്ബുക്കൽ അക്രം. എത്ര ഉദാരനാണ് നിന്റെ നാഥൻ, അത്യുദാരനാണല്ലോ നിന്റെ നാഥൻ. ഇഖ്റഅ വറബ്ബുക്കൽ അക്രം, അല്ലദി, ആ ഔദാര്യത്തിന്റെ ഔദാരതയുടെ തെളിവായിക്കൊണ്ട് ജിബ്രീൽ പറയുന്നത് അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് പഠിപ്പിച്ച ഉദാരനായ റബ്ബ്, അവൻ മനുഷ്യൻ അവൻ അറിയാത്തത് പഠിപ്പിച്ചു. ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്ത് അറിവും കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കരയാനും കൈകാലിട്ടടിക്കാനും മാത്രം കഴിയുന്ന നിസ്സഹായനും ദുർബലനുമായ മനുഷ്യരെ അവൻ അറിയാത്തത് പലതും പഠിപ്പിച്ച റബ്ബ് എത്രമാത്രം ഉദാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ അറിയാത്ത പ്രവാചകനോട് വായിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. മക്കയില് അറിവുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെ കഴിഞ്ഞ ആഴ്ച ഷാഹിറുൻ നബി, പ്രവാചകന്റെ കവി, നിമിഷ നേരം കൊണ്ട് മനോഹരമായ കവിത എഴുതാൻ കെൽപ്പുള്ള കവിയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്. അതുപോലെ തന്നെ വലീദ് ബിൻ മുഗീറയെ പോലുള്ള അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും പരിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും ആ ആദ്യാക്ഷരങ്ങൾ ഏറ്റുവാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്തു. ഇതൊരു വലിയ സന്ദേശമല്ലേ? ഏത് അക്ഷരാഭ്യാസമില്ലാത്തവരും ഏത് നിരക്ഷരനും ഖുർആൻ വായിക്കാനും പഠിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന മഹത്തായ ഒരു സന്ദേശം കൂടി അതിലുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇഖ്റ എന്ന് പറയുന്നത് വായിക്കാൻ അറിയാത്ത പ്രവാചകനോട്, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനോട്, നിരക്ഷരനായ ഉമ്മിയായ പ്രവാചകനോട് ഇഖ്റ ഇഖ്റ എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോ അത് കേവലം അക്ഷരങ്ങളെ പിന്തുടരാനുള്ള ആഹ്വാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അക്ഷരങ്ങളെ പിന്തുടരാനുള്ള ആഹ്വാനം മാത്രമല്ല അത്, മറിച്ച് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികൾക്കപ്പുറത്ത്, മനുഷ്യനെ അറിയാനും മനസ്സിലാക്കാനും അവന്റെ കയ്യിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികൾക്കപ്പുറത്ത് അറിവിന്റെ ആറാം ഇന്ദ്രിയമാകുന്ന അഥവാ വഹിയാകുന്ന ദിവ്യ വെളിച്ചത്തിലേക്ക് മനുഷ്യന്റെ കണ്ണും കാതും കൽബും തുറന്നു വെക്കാനുള്ള അതിശക്തമായ അള്ളാഹുവിന്റെ ആഹ്വാനമാണത്. നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കണം. പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികൾക്കപ്പുറത്ത് ആറാം ഇന്ദ്രിയമാകുന്ന അറിവിന്റെ ആറാം ഇന്ദ്രിയമാകുന്ന തെറ്റുപറ്റാത്ത അബദ്ധമുക്തമായ അസ്തിത്വത്തിൽ നിന്നുള്ള ആ അറിവിലേക്ക്, വഹിയാകുന്ന ദിവ്യ വെളിച്ചത്തിലേക്ക് മനുഷ്യന്റെ കണ്ണും കാതും മാത്രമല്ല കൽബും തുറന്നു വെക്കാനുള്ള ആഹ്വാനമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അബദ്ധമുക്തമായ അസ്തിത്വത്തിൽ നിന്നുള്ള ആ അറിവിന് വേണ്ടിയുള്ള ആഹ്വാനത്തോട് എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നത് മാത്രമാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന് നേരെ കണ്ണും കൽബും കാതും തുറന്നു പിടിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് മാത്രം അല്ല, നമ്മുടെ കാര്യം മാത്രമല്ല നമുക്ക് പറയാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഈ കാര്യം പറയാൻ ചില പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അവരെന്തൊക്കെയാണ് വായിക്കുന്നത്, എന്തൊക്കെയാണ് അവർ കേൾക്കുന്നത്, എവിടെയൊക്കെയാണ് അവരുടെ സമയം ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ മക്കളും പിന്നീട് വിശുദ്ധ ഖുർആനുമായി ഒരു അല്പസമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. വീടുകളിൽ ആ സമയത്ത് സന്ധ്യാനേരങ്ങളിൽ വീടുകളിൽ ഉയർന്നിരുന്നത് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ശബ്ദമായിരുന്നു, പാരായണമായിരുന്നു. ഇന്ന് TV ചാനലുകളും മൊബൈൽ സ്ക്രീനുകളും ഒക്കെ, മൊബൈൽ ഫോണുകളും ഒക്കെ രംഗം കൈയടക്കിയിട്ടുണ്ട്. സമയബോധമില്ലാതെ, ആയുസിന്റെ വിലയറിയാതെ പലപ്പോഴും നമ്മൾ, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വിലപ്പെട്ട പല സമയങ്ങളും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഞാൻ പറഞ്ഞ കൗമാരക്കാരായ മക്കൾ, അത് ആ പ്രായം വളരെ ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഖുർആൻ സ്റ്റഡി സെന്റർ കേരള പ്രത്യേകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളെ
അങ്ങനെ ഈ പറഞ്ഞ ചാനലുകൾക്ക് മുന്നിലും മൊബൈൽ സ്ക്രീനുകൾക്ക് മുമ്പിലും അവരുടെ ആയുസ് എങ്ങനെ നഷ്ടപ്പെടുത്തിക്കൂടാത്തതാണ്. ക്യൂസ്പോട്ട് എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കാൻ, ഖുർആനിലൂടെ സഞ്ചരിക്കാൻ, അവരുടേതായ ഭാഷയിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഖുർആൻ സ്റ്റഡി സെന്റർ കേരള തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി സന്ദർഭത്തിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒക്ടോബർ 1 മുതൽ അത് ആരംഭിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ മക്കൾക്ക് അവരുടെ ഭാഷയിൽ അവരോട് സംവദിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചരിത്രപരമായ ഒരു തീരുമാനം ഖുർആൻ സ്റ്റഡി സെന്റർ കേരള എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ മക്കൾക്ക് അവരുടെ പ്രായം, കൗമാരം ഏത് അവസ്ഥയിലേക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. അവരിൽ ശാരീരികമായ ഹോർമോൺ ചേഞ്ച് സംഭവിക്കുന്ന സമയമാണ്. പലതിലേക്കും മക്കൾ ഡൈവേർട്ട് ചെയ്തു പോകുന്ന സന്ദർഭമാണ്. 8 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കേവലം 15 മിനിറ്റ് മാറ്റിവെച്ചാൽ ആ ക്യൂസ്പോട്ട് എന്ന് പറയുന്ന ഖുർആനിനോടൊത്ത് ഒപ്പം മക്കൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒക്ടോബർ 1 മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പള്ളിയുടെ മുമ്പിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ടവരെ കണ്ടാൽ നിങ്ങളുടെ മക്കൾക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. മക്കൾ നമുക്ക് ദുനിയാവിൽ നമ്മുടെ കൺകുളിർമയാകണം. നാളെ പരലോകത്ത് നമുക്ക് അവർ സാക്ഷ്യമാകണം. മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല അനന്തര സ്വത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവർക്ക് അവസരം നൽകുക എന്ന് തന്നെയാണ്. അത് അവർക്കും പ്രയോജനപ്പെടും. അവർക്ക് ഖുർആൻ പഠിക്കാൻ അവസരം നൽകിയതിന്റെ സൽഫലം നാളെ അല്ലാഹുവിൽ നമുക്കും ലഭ്യമാകും. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി, ഈ കാലഘട്ടത്തിന്റെ നേട്ടം മനസ്സിലാക്കി, നമ്മുടെ മക്കൾ വഴികേടിലായി പോകാതിരിക്കാനുള്ള ഒരു സംരക്ഷണ കവചമായി ഇതിനെ കണ്ടുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ചരിക്കാൻ, ഗ്രന്ഥത്തിലൂടെ വഴി നടത്താൻ, അങ്ങനെ ആ അറിവിന്റെ അക്ഷയ ഖനിയിൽ നിന്നും സാധ്യമാകുന്ന വിധം തേടിപ്പിടിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിന് വഴി കാണിക്കാൻ, ദുനിയാവിൽ രക്ഷപ്പെടാനും പരലോകത്ത് ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വഴി നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.